ഞങ്ങളെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് പോകാനുള്ള തിരക്കിലാണ്. സന്തോഷം കണ്ടാലേ അറിഞ്ഞൂടെ. ഇക്ക അതിന്റെ ഇടയിൽ വീട് റൂമുകളെല്ലാം പൂട്ടിയോ നോക്കാൻ വേണ്ട, ഇക്കയുടെ ഡ്യൂട്ടി അത്. ഇക്ക ലാസ്റ്റ് എല്ലാ വാതിലുകളും ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങള് വീഡിയോ എടുപ്പ് തുടങ്ങി. 6 മണി വരെ ഉള്ളു കേട്ടോ അവിടെ. ഞങ്ങക്ക് കോള് വന്നത് 5 മണിക്കാ. അപ്പോഴത്തേക്ക് മക്കളൊക്കെ വന്ന്. അങ്ങനെ ഫഹദാണ് ക്യാമറ. ഫഹദിന്റെ ഡ്യൂട്ടി എപ്പോഴും ക്യാമറ. അവനാ കറക്റ്റായിട്ട് അത് ഉപയോഗിക്കാൻ അറിയാവുന്നത്. എന്താണ് അതിന്റെ പേര്? ജിംബൽ. ജിംബലൊക്കെ വെച്ച് അവൻ ഞങ്ങക്ക് കറക്റ്റായിട്ട് എടുത്തു തരാറുണ്ട്. പെട്ടെന്ന് നമുക്ക് 6 മണിക്ക് മുമ്പ് അവിടെ എത്തണം. അങ്ങനെ ഞാൻ വണ്ടി കയറുന്നതിന് മുമ്പ് ഷെമിയെല്ലാം വണ്ടി കയറി റെഡിയായി തയ്യാറായി നിന്നു. അങ്ങനെ ഞാനും വണ്ടിയിൽ കയറി. ഞങ്ങൾ വണ്ടി വിട്ട് ഇപ്പോഴും ഞങ്ങൾ വർക്കല എത്താനായേ. വർക്കല എത്തി. ഞങ്ങൾ പോകുന്ന എവിടെയാണെന്നറിയോ? നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളണം. ഞങ്ങളുടെ അത്രയും വലിയ സന്തോഷം. ഒരു വർഷത്തിനോടുള്ള ഞങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടി ഞങ്ങൾ നേടിയെടുത്ത ഒരു 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 അത് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പോയി. എന്തായാലും നമ്മളുടെ സന്തോഷം അത് വാങ്ങാനായിട്ട് പോവുകയാണ്. വാങ്ങാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡ്യൂട്ടി നോക്കിക്കോ. അതിനിടയിൽ റീലെടുപ്പാ. അതിനിടയില് ഞാൻ അറിയാതെ പാട്ടിട്ട് എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് തിരിച്ചു വന്നപ്പോ അതിലൊരു റീലും എടുത്ത് അപ്ലോഡ് ചെയ്തു വീഡിയോയില്. ഞാൻ അറിഞ്ഞില്ല ഈ പാട്ടിട്ടപ്പോ ഞാൻ കൂടെ പാടിയെന്നേ ഉള്ളൂ. പക്ഷെ അത് റീലാക്കി. എവിടെ പോയാലും എവിടെ പോയാലും എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഷെമി ജിംബൽ എടുത്ത് വെച്ച് അങ്ങ് പിടിക്കും. ഞാൻ ചില സമയത്ത് ശ്രദ്ധിക്കൽ പോലും ഉണ്ടാവില്ല. പാട്ട് പാടി വന്നതിന് ശേഷം അത് വീഡിയോ ആയി മാറും. നമ്മള് വണ്ടി കയറുമ്പോ എപ്പോഴും പാട്ടിടാറുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിരുന്ന് പാടും. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് സോങ് ഒക്കെ ഇഷ്ടം. പക്ഷെ ഞങ്ങള് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഞങ്ങൾ പാടും. അതൊരു സന്തോഷം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ഒരു പാട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സന്തോഷം. അങ്ങനെ പാടി വരുമ്പോ നമ്മളത് റീലാക്കി മാറ്റും. അറിയത്തോലല്ലേ ഇക്ക വിചാരിക്കുന്ന പാട്ട്. അങ്ങനെ ഇക്ക ഇരുന്ന് പാടി അത് ഞങ്ങക്ക് റീലായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു റീലി ആയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇപ്പൊ വർക്കല കഴിഞ്ഞ് ശിവഗിരിയെ കഴിഞ്ഞ് വർക്കലായിട്ട് പോയി. അങ്ങനെ അവിടെ എത്തി ഇപ്പൊ കണ്ടോളാം. ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ് കേട്ടാ. ഇത് വർക്കല ഇന്ന് നമ്മള് എത്തേണ്ട സ്പോട്ടിലോട്ട് പോവുകയാണ്. വണ്ടി വളഞ്ഞങ്ങോട്ട് കയറുകയാണേ. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി. ഞങ്ങള് നല്ല മഴയായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് വന്ന് ഞാന് ഷെമി മൂത്താള് വീഡിയോ പിടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കേറിയപ്പം കണ്ടല്ല ഒരു കൊറിയർ ഓഫീസാണ്. അവിടെ ചെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഒരു കൊറിയർ വന്നോന്ന് ചോദിച്ചു. വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതാ തരുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഒപ്പിട്ട് ഞങ്ങൾ ആ ഷെമി വാങ്ങി യൂട്യൂബിൽ നിന്ന് വന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇനി സിൽവർ പ്ലേ ബട്ടൺ ആണ്. അത് ഞങ്ങൾ വാങ്ങി വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നു. വണ്ടിയിൽ കയറുന്നുണ്ട്. വണ്ടി കയറി മോന് എടുത്ത് വെച്ച് സന്തോഷം കൊണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ 2 ഷോയൊക്കെ കാണിച്ചു. ഷെമിത എടുത്തു. സന്തോഷം നമുക്ക് കാണിക്കണ്ടേ. നമ്മള് ഒരു കഠിനാധ്വാനം ചെയ്യുമ്പോ നമുക്ക് അതിനൊരു ചെറിയൊരു ഫലം കിട്ടുമ്പോ അത് യൂട്യൂബിൽ നിന്ന് നമുക്ക് പ്ലേ ബട്ടണുള്ള എല്ലാം അവർ മെയിൽ അയച്ചപ്പോഴേ അന്ന് തൊട്ടേ സന്തോഷം. നമുക്കൊരു സന്തോഷം അത് കൈ കിട്ടുന്നത് വരെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുന്നതിന്റെ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഫഹദാണെങ്കിൽ ഫഹദിന് ഇൻസ്റ്റേ സ്റ്റോറി ഇടണോ അവിടെ ഇടണോ അങ്ങനെ പെട്ടെന്ന് ഫഹദ് വീഡിയോ എടുക്കുക. ഫഹദിനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ട്. എപ്പോഴും സ്റ്റോറി ഇട്ടാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് ആദ്യം അവരൊരു തെർമോക്കോൾ പോലത്തെ ഒരു ഇത് വെച്ച്, അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ലെറ്റർ ആയിരുന്നു. കൺഗ്രാജുലേഷൻ അവരുടെ ഒപ്പൊക്കെ ഇട്ട് ഒരു ഇത്. അത് കഴിഞ്ഞ് അതിലൊരു കാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം പ്ലേ ബട്ടൺ മുമ്പ് വീണ്ടും ഒരു ലെറ്റർ ഉണ്ട്. അതും ഇതിലുണ്ടായിരുന്നതാ, പ്ലേ ബട്ടൻ്റെ അവരത്. അത് കഴിഞ്ഞിട്ട്
നമ്മളുടെ ആ സന്തോഷ നിമിഷം പ്ലേ ബട്ടൺ ഞങ്ങൾ എടുത്തതാ നിങ്ങളെ കാണിക്കുന്നു. മീശക്കാരന് ഫാമിലി ഞങ്ങൾക്ക് കിട്ടിയ താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റിയത്. ഞങ്ങളോടൊപ്പം നിങ്ങളുടെയും സന്തോഷം. ഞങ്ങൾ വീഡിയോസുകളൊക്കെ മുടങ്ങാതെ ഇട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാവണം. നമ്മുടെ ജോലിയൊക്കെ തീർത്തിട്ട് വന്നായിരുന്നു. രാത്രിയായിരുന്നു മിക്ക വീഡിയോസുകളും ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി ഒരുപാട് താമസിക്കുമായിരുന്നു. ഉറക്കം പോലെ ഇല്ലാതെ ഞങ്ങൾ വീഡിയോസുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ മക്കളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ വലുതായിരുന്നു. അവരുടെ സപ്പോർട്ട് ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് അല്ലേ? അത് ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കാണണം. ഓക്കെ, ബൈ.